നമസ്തേ. ഇന്ന് നമ്മൾ പ്രവീൺ ഉത്തരാർദിലെ ആദ്യത്തെ പേപ്പറിലുള്ള പദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അതിൽ രണ്ടാമത്തെ പദ്യം മൈഥിലി ശരൺഗുപ്ത് ജിയുടെയാണ്. അദ്ദേഹത്തിൻ്റെ 2 കവിതകളാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. സഖി വേ മുജ്സെ കഹ്കർ ജാത്തെ എന്നുള്ളതാണ് അത് ആദ്യത്തെ കവിത. അദ്ദേഹം രാജകുമാരായ സിദ്ധാർത്ഥൻ മോക്ഷം അന്വേഷിച്ച് പോയതിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. ജീവനി മൈഥിലി ശരൺഗുപ്ത് രാമോപാസക്. മൈഥിലി ശരൺഗുപ്ത് രാമോപാസകനാണ്. ഇൻകി പ്രാരംഭിക് ശിക്ഷാ മുംഷി അജ്മേരിക്ക് സംരക്ഷണയും ഹുയിദി. അദ്ദേഹത്തിൻ്റെ പ്രാരംഭിക വിദ്യാഭ്യാസം മുംഷി അജ്മേരിയുടെ സംരക്ഷണത്തിലായിരുന്നു. കുച്ച് വർഷത്തക്കിയെ രാജ്യസഭയ്ക്ക് മാന്യോതി സദസ്യ രചിക്കുക. കുറച്ച് കാലത്തോളം അദ്ദേഹം രാജ്യസഭയിൽ വളരെയധികം നല്ലൊരു സദസ്യനായി തന്നെയായിരുന്നു. മധുർ ഗുണവും കെ സ്വാമി മധുരതം കവിത കെ ബി സ്വാമി ദേ. അദ്ദേഹം വളരെയധികം നല്ല ഗുണങ്ങളുടെ മധുരമധുരമായിട്ടുള്ള ഗുണങ്ങളുടെ ഒരു സ്വാമി. മധുരതം കവിതകൾ, നല്ല രീതിയിലുള്ള കവിതകൾ എഴുതുന്നതിൽ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. സരൾ ജീവൻ കെ സാത്ത് ഉച്ച വിചാരൻ കി വിശേഷത ഹേ. സരളമായ ജീവിതത്തോടൊപ്പം ഉയർന്ന ചിന്ത, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശേഷത. സാഹിത്യക് പരിചയ. ഗുപ്ത് ബച്ചപ്പൻ സേ ഹി കവിതായേം ലിഖാ കർത്തേ തെ. ഗുപ്തജി കുട്ടിക്കാലം മുതൽ തന്നെ കവിതകൾ എഴുതിയിരുന്നു. ഇൻകാ കാവ്യ സാധൻകാൽ ലഗ്ഭഗ് 50 സാൽ രഹ. അദ്ദേഹം കാവ്യത്തിൻ്റേതായിട്ടുള്ള കാലഘട്ടം ഏകദേശം 50 വർഷക്കാലമായിരുന്നു. ഉനോനെ മഹാകാവ്യ ഖണ്ഡകാവ്യ തഥാ മുക്തക് തീനും ഹി പ്രകാർ ഉൻകി കാവ്യ വിധാമേ രചന കി ഹി. അദ്ദേഹം മഹാകാവ്യങ്ങളും ഖണ്ഡകാവ്യങ്ങളും മുക്തക് കാവ്യങ്ങളും പ്രകാരം 3 രീതിയിലുള്ള കാവ്യങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വേ ഭാരതീയ സംസ്കൃതിക്ക് ഗായക് ദേ. ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു ഗായകനായിരുന്നു അദ്ദേഹം. മധുരത തഥാ മഹാനത എനിക്ക് കവിതാവും കി വിശേഷത ഹേ. മധുരതയും മഹാനതയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകളുടെ വിശേഷത. രചനായും സാഖേത്, യശോധര, ജയദ്രഥവത്, പഞ്ചവടി, ഭാരതി, മാതൃഭൂമി, നഹുഷ് ആദി ഇതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ. കവിത കാ സാരാംശ്. സഖി വേ മുജ്സെ കഹ്കർ ജാത്തെ. कविता का परिचय. सखी वे मुझसे कर जाते. അനുപം മധുരത കവി മൈഥിലി ശരൺഗുപ്ത് की भाव भरी कविता है. മൈഥിലി ശരൺഗുപ്തിൻ്റെ ഭാവം നിറഞ്ഞ കവിതയാണ് സഖി വേ മുജ്സെ കർ ജാത്തെ. സിദ്ധാർത്ഥ് की पत्नी यशोधरा की മനോഭാവനവും को കവി അതിമനോഹർ ढंग से प्रस्तुत करते हैं. സിദ്ധാർത്ഥൻ്റെ ഭാര്യയായ യശോധരയുടെ ആ മനോഭാവനകളെയെല്ലാം തന്നെ കവി ഇതിൽ വളരെയധികം മനോഹരമായ രീതിയിൽ ചിത്രീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. यशोधरा की मनोभावना. राजकुमार सिद्धार्थ मुक्ति की खोज में आधी रात को सोती हुई पत्नी को त्याग कर घर से निकल जाते हैं. രാജകുമാരനായ സിദ്ധാർത്ഥൻ മോക്ഷം അന്വേഷിച്ചുകൊണ്ട് അർദ്ധരാത്രിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഭാര്യയെ ഉപേക്ഷിച്ച് വീട് വിട്ട് പുറത്തുപോയി. യശോധര കോ ഖൂബ് മാലൂം താ കി ഉസ്കെ പതി മുക്തി കി കോജ് മേ ഗയേ थे. യശോധരയ്ക്ക് നല്ല രീതിയിൽ തന്നെ അറിയാമായിരുന്നു മോക്ഷമാർഗം അന്വേഷിച്ച് പോയതാണ്. ലേക്കിൻ ഉസ്കെ മൻ മേ ഇസ് ബാത് കോ ലേക്കർ ദുഃഖ് ഭരാ ഹുവാ താ വേ ബിനാ ബതായേ ചലേ ഗയേ. പക്ഷേ വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം, വളരെയധികം ദുഃഖിക്കുന്ന ഒരു കാര്യം മനസ്സിൽ വന്നത് ഇതായിരുന്നു. എന്നോട് ഒന്നും പറയാതെ പോയല്ലോ എന്നായിരുന്നു യശോധരയുടെ ആ സമയത്തുള്ള അവസ്ഥ. वह अपनी सगी से कहती है मुझे अच्छी तरह मालूम है कि मेरे पति मुक्ति की खोज में गए हैं. അവൾ കൂട്ടുകാരിയോട് പറയണേ, എനിക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം എൻ്റെ ഭർത്താവ് മോക്ഷം അന്വേഷിച്ച് പോയതാണ്. വഹ് തോ മേരെ ലിയേ ബി ബഡേ ഗൗരവ് കി ബാത് ഹെ. അത് എനിക്കും കൂടി വളരെയധികം അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണ്. ലേക്കിൻ മുജ്സെ കഹേ ബിനാ ആദി രാത് കോ ചോർ കെ സമാൻ നിക്കലേ ഗയി. അതിൽ എനിക്ക് ഒരു വിഷമമേ ഉള്ളൂ. അർദ്ധരാത്രി ഒരു കള്ളനെ പോലെ വീട് വിട്ടു പോയല്ലോ എന്നുള്ള വിഷമമാണ് എനിക്കുള്ളത്. യഹി मेरे लिए दुख की बात है. अगर वे मुझसे कहकर जाते तो क्या मैं उन्हें रोक देती. എന്നോട് പറഞ്ഞിട്ട് പോകുമായിരുന്നെങ്കിൽ ഞാൻ തടയുമായിരുന്നോ. ഇസ്സേ മേരാ മൻ ബഹുത് ദുഃഖി ഹേ. എന്നോട് പറയാതെ പോയതിലുള്ള ദുഃഖം മാത്രമാണ് എൻ്റെ മനസ്സിൽ നിന്ന് നിറഞ്ഞിരിക്കുന്നത് എന്ന് യശോധര കൂട്ടുകാരിയോട് പറയുന്നു. कहकर जाते. सिद्धार्थ मुक्ति की खोज में आधी रात को महल से निकल जाते हैं. उसके जाने के बाद यशोधरा बहुत दुखित होती है. അദ്ദേഹം പോയതിനു ശേഷം യശോധര വളരെയധികം കൊട്ടാരത്തിൽ വിഷമിച്ചിരിക്കുന്നു. ഉസ്കെ ദുഃഖ് കാ പ്രമുഖ് കാരണം ഉൻകെ കഹേ ബിനാ ചലേ ജാനാ ഹേ. പറയാതെ പോയതിലായിരുന്നു ദുഃഖം മുഴുവൻ. അഗർ कहकर जाते तो वह खुद उनको तैयार करके भेज देती. പറഞ്ഞിട്ട് പോയിരുന്നുവെങ്കിൽ എല്ലാവിധ തയ്യാറെടുപ്പുകളോടെ അയക്കുമായിരുന്നു. इसी दुख को वह प्रकट करती हुई अपनी सगी
कहती है जाने के इतना ദുഃഖ नहीं होता, പോയതിൽ എനിക്ക് ദുഃഖമില്ല, എന്നോട് പറയാതെ പോയതിലുള്ള ദുഃഖമാണ് എനിക്കുള്ളത് എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നു. യശോധര കോനോനെ പൂരാ മാനാത, യശോധര അത് അംഗീകരിച്ചു. ലേക്കിൻ പൂർണ്ണ രൂപ സേ സമझ नहीं पाई, യശോധര ഹമേശ ഉൻകി ഭാവനോ മേ സമझ सकती, തൻ്റെ ഭാവനകൾ എല്ലാം മനസ്സിലാക്കിയിരുന്നു. ഉൻകെ മൻ കോ ബാത് കി സഹർഷ മാൻ ലേത്തി, ആ മനസ്സിനെ വളരെയധികം നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി തന്നെ അതിനെ അംഗീകരിക്കുകയും ചെയ്തു. मैंने मुख्य उसी को जाना जो वे मन में लाते सखी वे मुझसे कहकर जाते, എന്നോട് പറഞ്ഞു പോയിരുന്നുവെങ്കിൽ ഞാൻ തീർച്ചയായും അതിനുള്ള തയ്യാറെടുപ്പാവുമായിരുന്നു എന്ന് പറയുന്നു. छात्रधर्म राजकुमार सिद्धार्थ मुक्ति की खोज में आधी रात को सोती हुई पत्नी को त्याग कर घर से निकल जाते. यशोधरा को खूब मालूम था उनके पति मुक्ति के खोज में गए, लेकिन उनके मन में इस बात को लेकर दुख हुआ. बिना बताए चले, अपनी सगी से कहते अगर मुझसे कहकर छात्र धर्म के अनुसार उन्हें सहर्ष भेजी जाती, നല്ല രീതി അനുസരിച്ച് അത് ആ ധർമ്മം അനുസരിച്ച് പറഞ്ഞു പോയിരുന്നുവെങ്കിൽ എനിക്ക് ഇത്രത്തോളം ദുഃഖമുണ്ടാവില്ല എന്ന് യശോധര പിന്നെയും ആവർത്തിച്ച് തന്നെ സഖിയോട് പറയുകയാണ്. उन्हें पूर्ण रूप से तैयार करके उनके साथ अपने प्राण को भी भेज देती, പൂർണ്ണ രൂപത്തിൽ ഞാൻ അതിന് തയ്യാറായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രാണനെയും ഞാൻ അയക്കുമായിരുന്നു. മേ ക്ഷത്രാണി ഹും, ഞാനൊരു ക്ഷത്രിയ സ്ത്രീയാണ്. ക്ഷാത്രധർമ്മ കാ കൂബ് ജാൻതി ബി ഹും, ക്ഷത്രിയ ധർമ്മം എനിക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം. അഭാഗ്യൻ യശോധര അപ്നി സഖി സെ कहती है लेकिन मुझे यह भाग्य भी प्राप्त नहीं हुआ, എനിക്കിതിനൊരു ഭാഗ്യം ഉണ്ടായില്ല. വേ തോ ബിനാ കഹേ ചലേ ഗയേ, പറയാതെയാണ് പോയത്. അബി മേ കിസ് ബാത് കോ ഗർവ് കാ സക്തി ഹും, ഞാൻ എന്തിനാണ് അഭിമാനം കൊള്ളേണ്ടത്. വേ തോ മുझे त्याग कर चले गए, എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ. ലേക്കിൻ മുझे तो बार बार उनकी സ്മൃതി തങ് करती है, ആ ഓർമ്മ, അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്നെ വളരെ അധികം വിഷമിപ്പിക്കുന്നു. ഇസ്സേ മേരാ മൻ ബഹുത് ദുഃഖി ഹെ, അതിൽ എൻ്റെ മനസ്സ് വളരെയധികം ദുഃഖിച്ചിരിക്കുകയാണ്. യശോധര കാ प्यार യശോധര अपने സഖി സെ कहती है वे तो मुझे त्याग कर चले गए, യശോധര തൻ്റെ കൂട്ടുകാരിയോട് പറയുകയാണ് എന്നെ ഉപേക്ഷിച്ച് പോയതാണ്. ലേക്കിൻ മുझे तो बार बार उनकी സ്മൃതി, എന്നെ വീണ്ടും വീണ്ടും എനിക്ക് ആ ദുഃഖം വരുന്നു. മേരി ആങ്കോ മേ ജോ സദാ ഉന്ഹേ ഢൂണ്ഡ്തി രഹി നിഷ്ഠുർ कहती, എൻ്റെ കണ്ണുകളിൽ എന്നും ഞാൻ കാണുന്നത് മുഴുവൻ അദ്ദേഹത്തെയാണ് ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഉൻകെ ദർശൻ കെ ലിയേ യേ തടപ്തി, കാണാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. യഹാ ആങ്കോം കെ ഉൻകെ യാദ് മേ ജോ ആൻസു ബഹ്താ ഹെ ഉസേ മേരാ ഹൃദയ കൈസേ സഹലേത്ത, ആ എൻ്റെ കണ്ണിൽ നിന്നും വരുന്ന ആ കണ്ണുനീർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. അതെൻ്റെ ഹൃദയത്തിന് എങ്ങനെയാണ് സഹിക്കാൻ കഴിയുക. വേ തോ ചലേ ഗയേ മേ ഉൻകെ യാദോ മേ തടപ്തി ഹും, അദ്ദേഹം പോയി, പക്ഷേ ഞാൻ ആ വേദനയിൽ തന്നെ ദുഃഖിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സുഖി രഹേ യശോധര अपनी സഖി സെ कहती വേ തോ മുझे त्याग कर चले गए വേ കहीं पर സുഖി രഹേ, എവിടെ പോയാലും സന്തോഷത്തോടു കൂടി ഇരിക്കട്ടെ. ബിനാ കിസി സങ്കട് വേ ജൽദ് ഹി സിദ്ധ് പായേ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പോയ കാര്യം വളരെയധികം അതിൽ സിദ്ധി നേടട്ടെ. മുക്തി കി കോജ് കി പൂർത്തി ഹോ, മോക്ഷത്തിൻ്റെ അന്വേഷണം പൂർത്തീകരിക്കട്ടെ. മേരെ ദുഃഖ് മേം യാ വിചാർ സെ മേരെ കാരൺ കബി ഉൻകാ കോയി ദുഃഖ് ന ഹോ, എൻ്റെ ദുഃഖത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടോ ഞാൻ കാരണം കൊണ്ടോ ഒരിക്കലും അദ്ദേഹത്തിന് ദുഃഖമുണ്ടാവാൻ പാടില്ല. വേ തോ ജനതാ കെ കല്യാൺ കെ ലിയേ മുക്തി കി കോജ് മേ ഗയേ ഹെ, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് മോക്ഷം അന്വേഷിച്ചു പോയിരിക്കുന്നത്. ഉൻകി ശിക്കായത് മേ കൈസേ കരും, എങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ പരാതി പറയുക. അബി വേ മുझे പഹലേ സേ ബഹുത് അച്ഛേ ലഗ്തേ, എന്നേക്കാൾ മുൻപ് തന്നെ വളരെയധികം നല്ലതായിരുന്നു. ഉൻകാ ജാന സ്വാർത്ഥ കെ ലിയേ നഹീം പരമാർത്ഥ കെ ലിയേ ഹെ, സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് ഉപകരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത്. അപൂർവ അനുഭവം യശോധര അപ്നെ സഖി സെ कहती है वे तो मुझे त्याग कर चले गए वे कहीं पर तो सुख रहे बिना किसी संकट के जल्दी सिद्धि पाए मुक्ति का रहस्य पाकर एक दिन लौट आवेंगे, തീർച്ചയായും മോക്ഷത്തിൻ്റെ രഹസ്യം നേടിക്കൊണ്ട് അദ്ദേഹം തിരിച്ചു വരും. സാത്മേ മുക്തി സെ സംബന്ധിത അപൂർവ അനുഭവം രഹസ്യ ബീപ്പിലാവേങ്കി, അതോടൊപ്പം തന്നെ ആ മോക്ഷത്തിൻ്റെ അപൂർവമായ അനുഭവമായ രഹസ്യവും കൊണ്ടുവരും. ലേക്കിൻ തബ് തക് ഉൻകി യാദ് മേ രോത്തെ രോത്തെ, അതുവരേക്കും ഞാൻ ഈ ഓർമ്മയിൽ കരഞ്ഞുകൊണ്ട് മേ ജീവിത രഹുങ്കി യാ മർജാവുങ്കി, ഞാൻ കരഞ്ഞ് ജീവിക്കണമോ മരിക്കണമോ. പർ അബ് മേം ക്യാ ബോലും, ഞാൻ എന്താണ് പറയേണ്ടത്. സഖി വേ മുझसे കർ ജാത്തേ തോ മേ തിരി ദുഃഖി നഹി ഹോത്തി, എന്നോട് പറഞ്ഞിട്ട് പോയിരുന്നുവെങ്കിൽ ഞാൻ ഇത്രത്തോളം ദുഃഖിക്കില്ലായിരുന്നു.
विशेषता श्री मैथिली शरण गुप्त यशोधरा की मनोभावना पर प्रकाश डालते हैं. യശോധരയുടെ ആ മനോഭാവനയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. ഉൻകെ അനുസാർ സിദ്ധാർത്ഥ യശോധര കോ പൂർണ്ണ രൂപ സേ സമജ് നഹീ രഹേ. അദ്ദേഹത്തിനനുസരിച്ച് സിദ്ധാർത്ഥൻ യശോധരയെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്. ലേക്കിൻ യശോധര കെ മൻമേ ഉൻകെ പ്രതി അഗാധ് പ്യാർ ഹേ. എന്നാൽ യശോധരയുടെ മനസ്സിൽ അദ്ദേഹത്തെക്കുറിച്ച് വളരെ വലിയ സ്നേഹമാണ്. വപ്നെ പ്യാർ കി ഗഹരായി ഈസ് കവിത മേ വ്യക്ത കർത്തി. യശോധരയുടെ ആ സ്നേഹത്തിൻ്റെ ആഴമാണ് ഈ കവിതയിലൂടെ വ്യക്തമാക്കുന്നത്. കവിത മനോഹർ ഹേ. ഈ കവിത വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കവിതയാണ് മാതൃഭൂമി, മൈഥിലി ശരൺ ഗുപ്തിൻ്റേത്. कविता का सारांश. कवि श्री मैथिली शरण गुप्त देशभक्ति और देवभक्ति के दोनों पूर्ण रूप से भरे सज्जन है. മൈഥിലി ശരൺ ഗുപ്ത് ദേശഭക്തിയുടെയും ദൈവഭക്തിയുടെയും നിറഞ്ഞ രൂപത്തിൽ നല്ലൊരു വ്യക്തി തന്നെയാണ്. ഹമാരി പ്യാരി മാതൃഭൂമി ഭാരത് കി മഹാനത പർ വേ ഇസ് കവിത മേ അപ്നാ വിചാർ വ്യക്ത കർത്തേ ഹേ. നമ്മളുടെ പ്രിയപ്പെട്ട മാതൃഭൂമിയായ ഭാരതത്തിൻ്റെ മഹാനതയെക്കുറിച്ചാണ് ഈ കവിതയിൽ അദ്ദേഹം തൻ്റെ വിചാരങ്ങൾ വ്യക്തമാക്കുന്നത്. കവിത ഭാരത് കെ വിശേഷത പ്രകട് കർത്തി ഹേ. കവിത ഭാരതത്തിൻ്റെ വിശേഷതയാണ് പ്രകടമാക്കുന്നത്. അതുൽ ഭാരത് ഭൂമി. ഹമാരി പ്യാരി മാതൃഭൂമി ഭാരത് ഹർ രൂപ് സേ സുന്ദർ ഹേ. നമ്മളുടെ മാതൃഭൂമിയായ ഭാരതം എല്ലാ രൂപത്തിലും ഭംഗിയുള്ളതാണ്. ഹരിയാലി സേ ബരി ഇസ് മംഗൾ ഭൂമി നീൽ രംഗ് കെ ആകാശ് കോ അപ്നാ വസ്ത്ര ബനാ ലിയ. പച്ച നിറം മുടിക്കിടക്കുന്ന ഈ മംഗളമായ ഭൂമിയിൽ നീല നിറത്തിലുള്ള ആകാശം തൻ്റെ വസ്ത്രമാക്കിയെടുത്തിരിക്കുന്നു. സൂര്യ ഓർ ചന്ദ്രിസ്ക ദേശ് കെ മുകുട് ഹേ. സൂര്യനും ചന്ദ്രനും ഈ ദേശത്തിൻ്റെ കിരീടങ്ങളാണ്. സമുദ്ര ഭാരത് മാം കി ഖർഗനി ഹേ. സമുദ്രമാണ് ഭാരത് മാതാവിൻ്റെ ഇടുപ്പിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണം. നദിയോം കെ സ്നേഹമായി പ്രവാസേം ദേശ് കെ ഫൂൽ പൽ ഭരേ പടേ ഹേ. നദികളുടെ ആ സ്നേഹമയമായ ഒഴുക്ക് ഈ ദേശത്തെ എന്നും വളരെയധികം ഹരിതാപപരമാക്കി തീർക്കുന്നു. പക്ഷി സദാ ഇസ് ദേശ് കി വിശേഷത കാ ഗായൻ കർത്തി ഹേ. പക്ഷികൾ എന്നും ഈ ദേശത്തിൻ്റെ വിശേഷതയെക്കുറിച്ച് പാടിക്കൊണ്ടിരിക്കുന്നു. ശേഷനാഗ് അപ്ന ഫൺരൂപി സിംഹാസൻ പർ ഇസേ ധാരൻ കർ രഖാ. ശേഷനാഗം തൻ്റെ ആ ഫണത്തിൻ കൊണ്ടുള്ള സിംഹാസനം ഇതിനെ ധരിച്ചിരിക്കുന്നു. ബാദൽ ഇസ്ക അഭിഷേക് കർത്ത. കാർമേഘങ്ങൾ ഇതിനെ അഭിഷേകം ചെയ്യുന്നു. മാതൃഭൂമിക്ക് ഇസ് ഭവ്യ രൂപ ദേക്കർ കവി ഉസ്കെ ലിയെ ന്യോച്ചാവർ ഹോനെ തയ്യാർ ഹേ. മാതൃഭൂമിയുടെ ഈ ഭവ്യമായ രൂപം കണ്ടുകൊണ്ട് കവി തന്നെ ഈ രാജ്യത്തിന് വേണ്ടി എല്ലാം അർപ്പിക്കാൻ തയ്യാറാകുന്നു. ഹമാരി യ മാതൃഭൂമി സത്യക്കെ സാത്ത് സർവേശ്വർ കി മൂർത്തി ഹേ. നമ്മളുടെ ഈ മാതൃഭൂമി സത്യത്തോടൊപ്പം തന്നെ ഈശ്വരൻ്റെ ഒരു മൂർത്തി കൂടിയാണ് എന്ന് പറയുന്നു. ഭാരത് കി മഹാനത പർ പ്രകാശ് ഡാൽത്തെ ഹുയെ കവി कहते हैं हे भारत माता तुम्हारा निर्मल पानी अमृत के समान अति उत्तम है. ഭാരത് മാതാവിൻ്റെ മഹാനതയെക്കുറിച്ച് കവി ഇപ്രകാരം പറയുന്നു. ഹേ ഭാരത് മാതാവേ, നിങ്ങളുടെ നിർമ്മലമായ ആ വെള്ളം അമൃതത്തെ പോലെ വളരെയധികം ഉത്തമമാണ്. യഹാം കി ഠണ്ഡി ഹവ കഠിൻ പരിശ്രമം കർണേവാലേക്ക് ദക്കാവട്ട് ദൂർ കർ ദേത്തെ ഹേ. ഇവിടെയുള്ള തണുത്ത കാറ്റ് എത്രത്തോളം കഠിനമായ പരിശ്രമം ചെയ്യുന്നവരാണോ അവരെ ക്ഷീണത്തെ ഇല്ലാതാക്കുന്നു. ഭാരത് കെ 6 ഋതുവും കി സുന്ദരത കാ ക്രം അതി ഉത്തം ഹേ. ഭാരതത്തിലെ 6 ഋതുക്കളുടെ ആ സുന്ദരമായിട്ടുള്ള ക്രമവും വളരെയധികം ഉത്തമമാണ്. യഹാം കി ഹരിയാലി മക്മൽ സേ കബി കം നഹി ഹേ. ഇവിടെയുള്ള പച്ചനിറം എന്ന് പറയുന്നത് വെൽവെറ്റ് വിരിച്ചതിനേക്കാൾ വളരെയധികം അതിനേക്കാൾ കുറവ് ഒരിക്കലുമല്ല. ചന്ദ്രമ കാ പ്രകാശ് രാത്രി അമൃത് സീൻത ഹേ. നിലാവ് വർഷിക്കുന്നത് രാത്രി അമൃത് വർഷിക്കുന്നത് പോലെയാണ്. ദിൻമേം തോ സൂരജ് അന്ധകാർ കോ നഷ്ട കർത്ത. പകൽ സമയങ്ങളിലാണെങ്കിലോ സൂര്യൻ ഈ ഭൂമിയിലെ ഇരുട്ട് മുഴുവൻ ഇല്ലാതാക്കി തീർക്കുന്നു. വസുധ. കവി कहते हैं हे भारत माता तुझ पर अनेक रस भरे सुगंधित फूल खिलते हैं. ഭാരത് മാതാവേ, നിങ്ങളിൽ വളരെയധികം രസങ്ങൾ നിറച്ചിരിക്കുന്ന വളരെയധികം സുഗന്ധം വരുത്തുന്ന പൂക്കളാണ് വിരിയുന്നത്. അമൃതക്കെ സമാൻ രസ്വാലെ അനേകാനേക് ഫൽ യഹാ മിൽത്തേ ഹേ. അമൃതത്തെ പോലെ രസം നുകരാൻ കഴിയുന്ന വളരെയധികം പഴങ്ങൾ ഇവിടെ ലഭിക്കുന്നു. ഏക് സേ ഏക് വിചിത്ര ഔഷധിയും യഹാ പ്രാപ്തി ഹേ. ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള വിചിത്രമായ ഔഷധങ്ങൾ ഇവിടെ ലഭിക്കുന്നു. ഖാനേക്ക് ചീസെ മാത്രേ ഹി തുംസെ അപൂർവ അൻമോൽ ധാതു തഥാ രത്നബി മിൽത്തേ ഹേ. ഭക്ഷണം കഴിക്കാനുള്ളത് മാത്രമല്ല, നിങ്ങളിൽ നിന്നും വളരെയധികം വിലപിടിച്ചുള്ള ധാതുക്കളും രത്നങ്ങളും ഇവിടെ ഖനനം ചെയ്യാൻ കഴിയുന്നു. ജോബി ചീസ് ഹമേ ആവശ്യം ഹേ ഹേമാം തുജസേ ഹമേ സബ് കുച്ച് മിൽത്തേ. എന്തൊരു വസ്തുവാണോ ആവശ്യമായിട്ടുള്ളത്, ഹേ അമ്മേ, ഇതെല്ലാം നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നു. തും അപ്നാ നാം വസുധ ഹർ രൂപ സേ സാബിത് കർത്തി. അമ്മ എന്നുള്ള പേര് എന്നും സാർത്ഥവത്താക്കാനായി നമ്മുടെ ഭാരതഭൂമിക്ക് കഴിയുന്നു.
सात्विक भाव। भारत की महानता पर प्रकाश डालते हुए कवि आगे कहते हैं, हे भारत माता, कहीं दूर पर पर्वतमाला दिखाई दे रही है, बादल तेरी वेणी बनी हुई है, नदियाँ तेरी दासी बनकर तुम्हारे प्यार पर दबा रही है, फूलों से पेड़ों पर सारे तुम्हारी पूजा कर रहे, मुलायम पर्वती हवा तुझ पर सुगंधित चंदन लेप रही, अपने इस संपदा से तुम सबसे सात्विक भाव बढ़ा रही है। അദ്ദേഹം പറയുന്നത് പ്രകാരമാണ്, ഹേ ഭാരത് മാതാവേ, ദൂരെ നിന്നും കാണുന്ന ആ പർവ്വതമാലകൾ കാണാനായി കഴിയുന്നു. കാർമേഘം നിങ്ങളുടെ മുടി അഴിഞ്ഞത് കിടക്കുന്നത് പോലെ തോന്നുന്നു. നദികൾ നിങ്ങളുടെ ദാസിയായിക്കൊണ്ട് നിങ്ങളുടെ കാലുകളിൽ എന്നും അടങ്ങിയിരിക്കുന്നു. പൂക്കളിലും ചെടികളിലും എല്ലാം നിങ്ങളെ പൂജ അർപ്പിക്കുന്നു. ആ മുലായം പർവ്വതി ഹവ, ആ കാറ്റ് സോഫ്റ്റായി വന്നുകൊണ്ടിരിക്കുന്ന ആ കാറ്റ് നിങ്ങൾ സുഗന്ധിതമായിട്ടുള്ള ചന്ദന ലേപനമാണ് നടത്തുന്നത്. ഈ സമ്പത എല്ലാ സമ്പത്തുകളും കൊണ്ട് എപ്പോഴും സാത്വിക ഭാവമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ശരൺദായിനി മൈഥിലി ശരൺ ഗുപ്ത് कहते हैं, हे भारत माता, മൈഥിലി ശരൺ ഗുപ്ത് ജി പ്രകാരം പറയുന്നു, हे भारत माता, तुम क्षमामयी हो, दयाभरी हो, सब प्रकार के सुखी हो, अमृतमयी हो, वात्सल्य तथा प्रेममयी हो, तुम सब प्रकार से वैभवों से भरी हो, इस दुनिया का पालन तुम ही कर रही हो, तुम सबसे ഭയ ദൂർ കർക്കെ സുഖ और ശാന്തി ഭർത്തി ഹോ. അദ്ദേഹം ഇതിൽ പറയുന്നത് ഇതാണ്, ഭാരതം എന്ന് പറയുന്നത് ക്ഷമാമയിയാണ്, ദയ നിറഞ്ഞിരിക്കുന്നതാണ്, എല്ലാവർക്കും സുഖം പകർന്നു കൊടുക്കുന്നതാണ്, അമൃത് വർഷിക്കുന്നതാണ്, വാത്സല്യവും സ്നേഹമയിയുമാണ്, എല്ലാ രീതിയിലുള്ള വൈഭവങ്ങളും സുഖ സൗകര്യങ്ങളും ഇവിടെ അടങ്ങിയിരിക്കുന്നു, ഈ ലോകത്തെ പാലിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നു, എല്ലാവരെയും ഭയത്തെ ഇല്ലാതാക്കുകയും എല്ലാവർക്കും സുഖവും ശാന്തിയും നിറച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഹേ ശരണാർത്ഥി, ഹേ ശരൺദായിനി മാതാ, തും ഹി സബ്കി രക്ഷ കർത്തി ഹോ. ശരൺദായിനിയായിട്ടുള്ള അമ്മേ, നിങ്ങളെല്ലാവർക്കും രക്ഷ നൽകുന്നു. ഹേ മാതാ, ഹം തേരെ സന്താൻ ഹേ, തും ഹമാരി ഹോ, ഹമാരെ ജാൻ ബി ഹോ. ഞങ്ങൾ നിങ്ങളുടെ സന്താനങ്ങളാണ്, നിങ്ങൾ ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ ജീവനാണ്. വിശേഷത ശ്രീ മൈഥിലി ശരൺ ഗുപ്ത് मातृभूमि की महानता प्राकृतिक संपदा पर प्रकाश डालकर भारतीय जनता के मन में देश के प्रति भक्ति व प्यार जगाते हैं. ശ്രീ മൈഥിലി ശരൺ ഗുപ്ത് മാതൃഭൂമിയുടെ മഹാനതയെയും പ്രാകൃതികമായിട്ടുള്ള ആ സമ്പത്തുകളിലെയും ചിത്രീകരിച്ചുകൊണ്ട് ഭാരതീയ ജനങ്ങളുടെ മനസ്സിൽ ദേശത്തെ പറ്റിയുള്ള ഭക്തിയുടെയും സ്നേഹം വളർത്തുകയാണ് ചെയ്യുന്നത്. കവിതാമേ ദേശഭക്തി കൂട്ട് കൂട്ട് കർ ഭരി പടി ഹേ. കവിതയിൽ ദേശഭക്തി വളരെയധികം നിറഞ്ഞിരിക്കുന്നു. ഭാരത് കി പ്രാകൃതിക് സമ്പദ കാ വർണ്ണൻ മൻമോഹക് ഹേ. ഭാരതത്തിലെ പ്രാകൃതികമായ ആ സമ്പത്തുകളുടെ വർണ്ണനം വളരെയധികം സന്തോഷപ്പെടുത്തുന്നതാണ്. ശ്രീ മൈഥിലി ശരൺ ഗുപ്ത് നിസന്ദേ മൻമോഹക കവി ഹേ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ശ്രീ മൈഥിലി ശരൺ ഗുപ്തിജിയെ സംശയമില്ലാതെ വിളിക്കാം. മനസ്സിനെ മോഹിപ്പിക്കുന്ന, അതല്ലെങ്കിൽ എല്ലാവരെയും വളരെയധികം സന്തോഷപ്പെടുത്തുന്ന ഒരു കവി എന്ന് നമ്മൾക്ക് പറയാനായി കഴിയുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.